യുദ്ധം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നാട്ടിലേക്ക് പോവാൻ തിരക്കായി. തിരക്ക് കൂട്ടി, നാട്ടിലേക്ക് പോകണം. യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവാണ് ക്യാപ്റ്റൻ. അദ്ദേഹം നാട്ടിലേക്ക് പോവാൻ സമ്മതം കൊടുക്കുന്നില്ല. പോവാനായിട്ടില്ല, അല്പം കഴിയട്ടെ. അദ്ദേഹം എന്തോ തെരഞ്ഞു നടക്കുകയാണ് രണാങ്കണത്തിൽ. പക്ഷെ എല്ലാ ആളുകൾക്കും വീടുമായി വിട്ടുനിന്നിട്ട് ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. നാട്ടിലേക്ക് തിരിച്ചു പോവാൻ കൊതിയായി, ആഗ്രഹമായി. ഹജ്ജിനൊക്കെ പോയാൽ അങ്ങനെയാണ്, ഹജ്ജ് കഴിയുന്നത് വരെ ഇബാദത്തിലായിരിക്കും. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് പോകണം, പിന്നെ തിരക്കായി. യുദ്ധം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോവാനുള്ള തിരക്ക്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു സമ്മതം കൊടുക്കുന്നേയില്ല. അവസാനം അദ്ദേഹം എന്തോ തെരഞ്ഞു നടക്കുകയാണ്. സഹാബത്ത് ചോദിച്ചല്ല, നിങ്ങൾ എന്തായി തെരയുന്നത്? യുദ്ധമെല്ലാം വിജയിച്ചില്ല, ഇനി നാട്ടിലേക്ക് പോവാൻ സമ്മതം തന്നാലും നമുക്ക് തിരിച്ചു പോയിക്കൂടെ? മഹാനായ ഖാലിദ് പറഞ്ഞു, എൻ്റെ ഒരു തൊപ്പി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് കിട്ടാതെ ഞാൻ നാട്ടിലേക്ക് വരുന്ന പ്രശ്നമില്ല. സഹാബത്ത് പറഞ്ഞു, ഒരു തൊപ്പിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രശ്നമാക്കേണ്ട, നിങ്ങൾക്ക് എത്ര തൊപ്പി വേണമെങ്കിലും എടുത്തോളൂ, ഗനീമത്ത് കിട്ടിയിട്ടുണ്ട്. യുദ്ധത്തിൽ കിട്ടുന്ന സമ്പത്താണ് ഗനീമത്ത്, അതിൽ നിന്ന് ഇഷ്ടമുള്ള തൊപ്പി എടുത്തോളൂ. ഒരു തൊപ്പിയുടെ കാര്യത്തിൽ നിങ്ങൾ സമയം നീട്ടിക്കൊണ്ട് പോവരുതെന്ന് പറഞ്ഞപ്പോ മഹാനായ ഖാലിദ് പറഞ്ഞു, സാധ്യമല്ല, എനിക്കെന്റെ തൊപ്പി കിട്ടിയേ പറ്റൂ. അങ്ങനെ തൊപ്പി തിരയാൻ തുടങ്ങി. യർമൂക്ക് രണാങ്കണത്തിൽ ഒരു തൊപ്പി, കേവലം ഒരു തൊപ്പി തെരഞ്ഞ് ആര് തെരഞ്ഞിട്ടും തൊപ്പി കാണുന്നില്ല. അവസാനം മണലിൽ പൂണ്ട് കിടക്കുന്ന ഒരു തൊപ്പി കിട്ടി. ആർക്ക്? ഖാലിദിന്റെ കയ്യിൽ തന്നെ കിട്ടി. മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മണലിൽ പൂണ്ട് കിടക്കുന്ന തൊപ്പി കിട്ടിയപ്പോൾ ആ തൊപ്പിയെടുത്ത് കൊച്ചു കുട്ടികളെ പോലെ തുള്ളിച്ചാടി സന്തോഷിച്ച് ആ തൊപ്പി ഉമ്മ വെക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സഹാബത്തൊക്കെ അടുത്തു വന്നു. എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്? ഒരു തൊപ്പി കിട്ടിയ സന്തോഷമാണ്. എന്താണ് ഈ തൊപ്പിയുടെ കാര്യം? ഖാലിദ് പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഈ തൊപ്പി ഒരു സാധാരണ തൊപ്പിയല്ല. എൻ്റെ ആദരവായ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട തലമുടി ഹജ്ജത്തുൽ വദായിൽ വിതരണം ചെയ്തപ്പോൾ എനിക്കും അതിൽപ്പെട്ട അല്പം മുടി കിട്ടിയിരുന്നു. എനിക്ക് കിട്ടിയ മുടി ഞാൻ ഈ തൊപ്പിയുടെ ഉള്ളിൽ ഭദ്രമായി തുന്നിപ്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് പോയാൽ ഒരിക്കലും എനിക്ക് പ്രയാസമുണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തൊപ്പി കിട്ടുന്നത് വരെ യുദ്ധക്കളത്തിൽ തന്നെ നിൽക്കാനുണ്ടായ കാരണമെന്ന് ആ തൊപ്പിയെടുത്ത് ഉമ്മ വെച്ച് കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ട് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയും. നിങ്ങൾ നോക്കൂ, പ്രവാചകന്റെ ഒരു തലമുടിയോട് അവർ കാണിച്ച ആദരവാണത്. തലമുടിയോട് കാണിച്ചൊരു ആദരവാണ്. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്നൊന്നങ്ങോട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ അത്രയേറെ ഖേദം വേണം നമുക്ക്. ഒരു സുന്നത്ത് നഷ്ടപ്പെടുമ്പോൾ വേദനയുണ്ടാവണം ഒരു സത്യവിശ്വാസിക്ക്. ഈമാനിന്റെ ഭാഗം അതാണ്, വിശ്വാസത്തിന്റെ ഭാഗം അതാണ്. സുന്നത്ത് നഷ്ടപ്പെടുമ്പോൾ ഖേദമുണ്ടാകുന്നു, സുന്നത്ത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. ഈമാനുണ്ടെങ്കിൽ അങ്ങനെയാണ്, പ്രവാചകനോടുള്ള മഹബത്തുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇതൊരു സാധാരണ സഹാബത്തൊന്നുമല്ല, എല്ലാ പ്രമുഖന്മാരും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു, ബദർ യുദ്ധത്തിൽ പോരാടുന്ന സന്ദർഭത്തിൽ എൻ്റെ കയ്യിൽ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല, കേവലം ഒരു വടി മാത്രം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഹീൽ ബുഖാരിയിലെ. ഒരു വടി ഉണ്ടായിരുന്നു, ഒരു വടി, മരത്തിന്റെ ഒരു വടി മാത്രം. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, മരത്തിന്റെ ഒരു വടി മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കയ്യിലുള്ള വടി കൊണ്ടാണ് ഞാൻ പടവെട്ടിയത്. ഞാൻ ശത്രുവിനെ ആ വടി കൊണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ആ കാര്യം പറഞ്ഞു, നബിയെ, ഈ വടി കൊണ്ടാണ് ഞാൻ ബദറിൽ പോരാടിയത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ വടി എനിക്ക് തരൂ, ആ വടി എനിക്ക് തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട സുബൈർ വടി കൊടുത്തു. അങ്ങനെ പ്രവാചകന്റെ കൈവശമായിരുന്ന ഒരു വടി, കേവലം ഒരു മരത്തിന്റെ വടി, അനസത്ത് എന്ന ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തു. കേവലം ഒരു വടി. ബഹുമാനപ്പെട്ട സ്വഹാബി സുബൈർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന് കൊടുത്ത വടി പ്രവാചകന്റെ കൈവശമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ട സുബൈർ വന്നിട്ട് വടി തിരിച്ചെടുത്തു. റസൂലുള്ള പിടിച്ച വടി, റസൂലുള്ളാന്റെ കയ്യിലുണ്ടായിരുന്ന വടി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ വടിയായിരുന്നു അത്. സുബൈർ തിരിച്ചെടുത്തു. പക്ഷേ ഉമറുൽ ഫാറൂഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നാം ഖലീഫയായി ഭരണമേറ്റപ്പോൾ ഒരു ഭരണാധികാരിയായി, അറേബ്യയുടെ ഭരണാധികാരിയായി അബൂബക്കർ സിദ്ദീഖ് വരുമ്പോൾ
സിദ്ദീഖ് ബഹുമാനപ്പെട്ട സുബൈറിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, അല്ലയോ സുബൈർ, ആ വടി എനിക്ക് തരണം. ഒരു സാധാരണ വടി ചോദിച്ചു വാങ്ങുന്നു സിദ്ദീഖ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ആ വടി എനിക്ക് വേണം, വടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് ആ വടി കൈമാറി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് വരെ മഹാനായ സിദ്ദീഖിന്റെ കയ്യിലായിരുന്നു ആ വടി ഉണ്ടായിരുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ പ്രാധാന്യത്തോട് കൂടെ കൊടുക്കുന്ന ഒരു ഹദീസാണിത്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ വടി ആവശ്യപ്പെട്ടു. ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയുന്നു, സുബൈറേ, ആ വടി എനിക്ക് തരണം. ഹബീബായ നബി തങ്ങൾ പിടിച്ച വടിയാണ്, സിദ്ദീഖ് എന്നവർ പിടിച്ച വടിയാണ്, അതുകൊണ്ട് ആ മരത്തിന്റെ വടി എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കയ്യിൽ പിടിച്ച വടി, പ്രവാചകൻ കയ്യിൽ പിടിച്ച വടി ആവശ്യപ്പെടുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ്. അങ്ങനെ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഫാറൂഖിന് കൊടുത്ത വടി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കൊല ചെയ്യപ്പെട്ടപ്പോൾ പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭരണാധികാരത്തിൽ വരുന്നു. മഹാനായ സുബൈർ ആ വടി പോയെടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അധികാരം കിട്ടിയതിന്റെ ശേഷം വരുന്നു സുബൈറിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, സുബൈറേ, ആ വടി എനിക്ക് വേണം, ആ വടി എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ആവശ്യപ്പെട്ടു. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യിലായിരുന്നു വടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാനും കൊല ചെയ്യപ്പെട്ടപ്പോൾ വീണ്ടും ബഹുമാനപ്പെട്ട സുബൈർ തന്നെ വടിയെടുത്തു. മൂന്നാമത് വരുന്നു അലി ഇബ്നു അബീ ത്വാലിബിന്റെ കുടുംബം. അലി ഇബ്നു അബീ ത്വാലിബിന്റെ കുടുംബം വന്ന് വടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ വീണ്ടും ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, സുബൈറിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു വടി ആവശ്യപ്പെട്ടു. ഇമാം ബുഖാരി റിപ്പോർട്ട്. എന്താ അതിന്റെ അർത്ഥം? ഒരു സാധാരണ വടി അള്ളാന്റെ റസൂല് കയ്യിൽ പിടിച്ചത്, ബാക്കിയുള്ള സഹാബത്ത് മുഴുവനും അത് കയ്യിൽ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഒരു വടി കയ്യിൽ പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇതൊരു മഹബത്തിന്റെ ഭാഗമാണ്.